സൊഫിൻ്റെ പിറകിൽ ഒറ്റക്ക് നമസ്കരിക്കുന്നവൻ്റെ വിധി, അഥവാ ഒരു സൊഫിൽ ഒറ്റക്ക് ഒരാൾ നമസ്കരിക്കുന്നവൻ്റെ വിധി എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത്ത ലിമുൻഫരിദിൻ ഖൽഫ സൊഫി, സൊഫിൻ്റെ പിന്നിൽ ഒറ്റക്ക് നമസ്കരിക്കുന്നവന് നമസ്കാരമില്ല, അഥവാ അവൻ്റെ നമസ്കാരം സ്വീകാര്യമല്ല, ശരിയാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒന്നാം സൊഫിലേക്ക് എത്തിയപ്പോൾ അവിടെ പൂർണ്ണമാണ്, ഇനി നമുക്ക് അവിടെ നിൽക്കാൻ സ്ഥലമില്ല. അങ്ങനത്തെ അവസ്ഥയാണ് എങ്കിൽ നമുക്ക് രണ്ടാം സൊഫിലേക്ക് ഇറങ്ങി നിൽക്കാം. എന്നാൽ നമ്മൾ എത്തിയപ്പോഴും ഒന്നാം സൊഫിൽ ബാക്കിയാണ്, ഇനിയും നമ്മൾക്ക് കയറി നിൽക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ആ മൂലക്കെയാണ്, അവിടെ പോയി നിന്നാൽ ഫാൻ്റെ കാറ്റിട്ടില്ല, അല്ലെങ്കിൽ അവിടെ പോയി എന്നാൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട്. അപ്പോൾ എന്ത് ചെയ്യാണ്? രണ്ടാം സൊഫിലേക്ക് ഇനി വരുന്നവൻ അവിടെ കയറി നിന്നോട്ടെ, നമുക്ക് രണ്ടാം സൊഫിലേക്കാന്ന് പറഞ്ഞ് നിന്നാൽ അവൻ്റെ നമസ്കാരം ശരിയാവുകയില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു നമസ്കാരം ശരിയാവും, പക്ഷേ നമസ്കാരം പൂർണ്ണമല്ല. എന്നാൽ ആ അഭിപ്രായത്തേക്കാൾ ശരിയായ അഭിപ്രായം അവൻ്റെ നമസ്കാരം ശരിയാവുകയില്ല എന്നാണ്. കാരണം കൃത്യമായി റസൂലുള്ളാഹി ഹദീസിൽ പറഞ്ഞു, ലാ സ്വലാത്ത ലിമുൻഫരിദിൻ ഖൽഫ സൊഫ്, സൊഫിൻ്റെ പിറകിൽ ഒറ്റക്ക് നമസ്കരിക്കുന്നവന് നമസ്കാരമില്ല. അതുകൊണ്ട് സൊഫ് പൂർത്തിയായിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ പിറകിലേക്ക് ഇറങ്ങി നിൽക്കേണ്ടത്.